മഞ്ഞു വീഴുന്ന രാത്രിയിൽ ഒരു കാക്ക വിന്റർഫെല്ലിലേക്ക് പറന്നെത്തി. വിന്റർഫെല്ലിന്റെ ഉള്ളറകളിലെ ഇരുണ്ട മുറിയിൽ തീയുടെ വെളിച്ചത്തിൽ സെൻസായും ലിറ്റിൽ ഫിംഗറും ഇരിക്കുകയാണ്. ഈ കൊടുങ്കാറ്റിൽ കാക്കകൾക്ക് പറക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷേ ജോൺ നേരത്തെ തന്നെ സന്ദേശം അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. അല്ല, അവൻ എപ്പോഴും ഇങ്ങനെയാണ്, അവൻ പണ്ടേ ഇങ്ങനെയാണ്. അവൻ ഒരിക്കലും എന്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഇപ്പോൾ അവൻ എന്തിനാണത് തുടങ്ങുന്നത്? സെൻസ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളോടാലോചിക്കാതെ അവൻ വടക്കൻ കിരീടം അടിയറവ് വെക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ലിറ്റിൽ ഫിംഗർ തീകൊളുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് അവന്റെ കൈപ്പടയാണ്, അവന്റെ ഒപ്പാണ്. അവൻ ഡെനേരീസ് ടാർഗാരിയനു വേണ്ടി പോരാടാമെന്ന് പ്രതിജ്ഞ ചെയ്തു. അവൻ അവൾക്കു മുന്നിൽ മുട്ടുകുത്തി സൻസ സന്ദേശം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഡ്രാഗൺ ക്വീൻ വളരെ സുന്ദരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. അതിന് ഇതുമായി എന്താണ് ബന്ധം? സൻസ സംശയത്തോടെ ചോദിച്ചു. ജോൺ ചെറുപ്പമാണ്, അവിവാഹിതനുമാണ്. ഡെനേരീസും ചെറുപ്പമാണ്, അവിവാഹിതയുമാണ്, ലിറ്റിൽ ഫിംഗർ അർത്ഥം വെച്ച് പറഞ്ഞു. അവൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? സൻസ ഞെട്ടലോടെ ചോദിച്ചു. അങ്ങനെയൊരു സഖ്യമുണ്ടാകുന്നത് നല്ലതാണ്. അവർ ഒരുമിച്ചാൽ അവരെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവനെ രാജാവായിട്ടാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ലിറ്റിൽ ഫിംഗർ തന്റെ ബുദ്ധി പ്രയോഗിച്ചു. ഞാൻ ആഗ്രഹിച്ചാൽ പോലും ആര്യ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. അവൾ എന്നെക്കാളും കൂടുതൽ എപ്പോഴും ജോണിനെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. തന്റെ കുടുംബത്തെ വഞ്ചിക്കുന്ന ആരെയും അവൾ കൊല്ലും, സൻസ ഭയത്തോടെ പറഞ്ഞു. നിങ്ങളും കുടുംബം തന്നെയല്ലേ? ആര്യ ശരിക്കും സ്വന്തം സഹോദരിയെ കൊല്ലുമോ? ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. അവൾ ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഫേസ്ലെസ് മെൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സൻസ ചോദിച്ചു. കേട്ടുകേൾവി മാത്രമേയുള്ളൂ. അവർ മരണത്തിന്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവഭക്തിയുള്ള ആളുകളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല, ലിറ്റിൽ ഫിംഗർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കൊലയാളികളാണ്. ആര്യ അവരിൽ ഒരാളായിരുന്നു. അവൾ എന്താണ് ലക്ഷ്യമിടുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? സൻസ ചോദിച്ചു. അവൾ നിങ്ങളുടെ സഹോദരിയാണ്. എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്കവളെ അറിയാം, ലിറ്റിൽ ഫിംഗർ ഒഴിഞ്ഞുമാറി. ഞാൻ എന്റെ കുടുംബത്തോട് തെറ്റു ചെയ്തു എന്ന് അവൾ കരുതുന്നതുകൊണ്ട് അവൾ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, സൻസ സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ എന്തിനാണ് അവൾ വിന്റർഫെല്ലിലേക്ക് വന്നത്? ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. നമ്മുടെ ശത്രുക്കളെ വിവാഹം കഴിച്ചതിനും എന്റെ കുടുംബത്തെ വഞ്ചിച്ചതിനും എന്നെ കൊല്ലാൻ, സൻസ പറഞ്ഞു. സെർസി നിങ്ങളെക്കൊണ്ടെഴുതിച്ച ആ കത്ത് അവൾ എന്തിനാണ് കണ്ടെടുത്തത്? ലിറ്റിൽ ഫിംഗർ വീണ്ടും ചോദിച്ചു. എന്റെ വഞ്ചനകൾ തെളിയിക്കാൻ. അവൾ എന്നെ കൊലപ്പെടുത്തിയ ശേഷം അതിനെ ന്യായീകരിക്കാൻ, സൻസ പറഞ്ഞു. നിങ്ങളെ കൊന്നതിനുശേഷം അവൾ എന്താകും? ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. വിന്റർഫെല്ലിന്റെ പ്രഭ്വി, സൻസ പറഞ്ഞു. ഡ്രാഗൺസ്റ്റോണിലെ വലിയ മാപ്പ് റൂമിൽ ജോണും ഡെനരീസും ഡാവോസും ജോറായിയും തിയോണും വാരീസും മിസൻഡെയും ഗ്രേവേമും ടിരിയനും കൂടിച്ചേർന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ്. നമ്മുടെ ദോത്രാക്കി സൈന്യം കിങ്സ് റോഡിലൂടെ വേഗത്തിൽ യാത്ര ചെയ്താൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് വിന്റർഫെല്ലിലെത്താം, ജോൺ മാപ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുപക്ഷേ നിങ്ങൾ പറന്ന് വിന്റർഫെല്ലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, മഹാറാണി. നിങ്ങൾക്ക് വടക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ അച്ഛനെതിരെ പോരാടി ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത്. ഒരു ക്രോസ്ബോയുമായി നിൽക്കുന്ന ദേഷ്യം പിടിച്ച ഒരാൾ മതി എല്ലാം നശിപ്പിക്കാൻ. കിങ്സ് റോഡിൽ നിങ്ങളുടെ വെള്ളിമുടി അവൻ കാണും. നന്നായി ലക്ഷ്യം വെച്ചുള്ള ഒരു അമ്പ് അവനെ ഒരു ഹീറോയാക്കി മാറ്റും. ലോകം കീഴടക്കാൻ വന്നവളെ കൊന്നവൻ എന്ന് അവൻ അറിയപ്പെടും. ജോറ തന്റെ ആശങ്കകൾ പങ്കുവച്ചു. തീരുമാനം നിങ്ങളുടേതാണ്, മഹാറാണി. എന്നാൽ നമ്മൾ ഈ യുദ്ധത്തിൽ സഖ്യകക്ഷികളാകാൻ പോവുകയാണെങ്കിൽ നോർത്തേൺകാർ നമ്മളെ സഖ്യകക്ഷികളായി കാണേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരുമിച്ച് വൈറ്റ് ഹാർബറിലേക്ക് കപ്പൽ കയറിയാൽ അത് അവർക്ക് ഒരു നല്ല സന്ദേശം നൽകുമെന്ന് ഞാൻ കരുതുന്നു, ജോൺ പറഞ്ഞു. ഞാൻ നോർത്ത് കീഴടക്കാൻ വന്നതല്ല, ഞാൻ നോർത്തിനെ രക്ഷിക്കാനാണ് വരുന്നത്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും, ഡേനേരീസ് ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. ഡ്രാഗൺസ്റ്റോണിലെ സിംഹാസനമുറിയിലൂടെ ജോണും ഡാവോസും മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുകയായിരുന്നു. കുറച്ചു പിന്നിലായി തിയൻ നടക്കുന്നുണ്ടായിരുന്നു. ജോൺ, തിയോൺ വിളിച്ചു. ജോണും ഡാവോസും തിരിഞ്ഞുനിന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാമോ? തിയോൺ ചോദിച്ചു. ശരി, ജോൺ പറഞ്ഞു. ഡാവോസ് അവിടെ നിന്നും മാറിപ്പോയി. കിങ്സ് ലാൻഡിങ്ങിൽ വെച്ച് നീ ചെയ്തത്, നീ പറഞ്ഞത്, ഡേനേരീസിനു മുന്നിൽ മുട്ടുകുത്തിയതിനെക്കുറിച്ച് നിനക്ക് വേണമെങ്കിൽ സെർസിയോട് കള്ളം പറയാമായിരുന്നു. ഒരു ശത്രുവിനോട് സത്യം പറയാൻ വേണ്ടി നീയെല്ലാം പണയപ്പെടുത്തി, തിയോൺ അത്ഭുതത്തോടെ പറഞ്ഞു. നമ്മൾ സമാധാനമുണ്ടാക്കാനാണ് അവിടെ പോയത്. നമ്മൾ ഒരുമിച്ച് പോരാടാൻ പോവുകയാണെങ്കിൽ പരസ്പരം സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, ജോൺ പറഞ്ഞു. ശരിയായ കാര്യമെന്താണെന്ന് നിനക്കെപ്പോഴും അറിയാം. നമ്മൾ ചെറുപ്പവും വിഡ്ഢികളുമായിരുന്ന കാലത്തുപോലും നിനക്കെപ്പോഴും അത് അറിയാമായിരുന്നു. നീ എടുക്കുന്ന ഓരോ ചുവടും എപ്പോഴും ശരിയായ ചുവടായിരിക്കും, തിയോൺ സങ്കടത്തോടെ പറഞ്ഞു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയേക്കാം. എന്നാൽ ഞാൻ സത്യം പറയാം, അത് ശരിയല്ല. ഞാൻ പശ്ചാത്തപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ജോൺ ശാന്തമായി പറഞ്ഞു. ഞാൻ ചെയ്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നും ഒന്നുമല്ല, തിയോൺ പറഞ്ഞു. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ശരിയായ വ്യക്തിയാകാൻ. എന്നാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. എനിക്കെടുക്കാൻ കഴിയാത്ത വലിയ തീരുമാനങ്ങൾ എന്റെ മുന്നിലുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നി.
സ്റ്റാർക്കാണോ അതോ ഗ്രേജോയ് ആണോ എന്ന് തിയോൺ തന്റെ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറഞ്ഞു. നിന്റെ സ്വന്തം അച്ഛനേക്കാൾ നല്ലൊരച്ഛനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ നിനക്ക്, ജോൺ പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെയായിരുന്നു, തിയോൺ ഓർമ്മകളിലേക്ക് തിരികെ പോയി പറഞ്ഞു. എന്നിട്ടും നീ അദ്ദേഹത്തെ വഞ്ചിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നീ വഞ്ചിച്ചു, ജോൺ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അതെ, ഞാൻ ചെയ്തു, തിയോൺ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ജോൺ ദീർഘമായി നിശ്വസിച്ചു. പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ. തിയോൺ വീണ്ടും സങ്കടപ്പെട്ടു. അതിനെല്ലാം നിന്നോട് ക്ഷമിക്കുക എന്നത് എന്റെ കടമയല്ല. എന്നാൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ ഇതിൽ ഒരൊറ്റ കാര്യം തിരഞ്ഞെടുക്കേണ്ടതില്ല. നീ ഒരു ഗ്രേജോയാണ്, അതുപോലെ ഒരു സ്റ്റാർക്കുമാണ്, ജോൺ തന്റെ തീരുമാനമറിയിച്ചു. ഞാൻ റാംസയുടെ തടവിലായിരുന്നപ്പോൾ യാര എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. അവൾ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അവൾക്ക് എന്നെ ആവശ്യമുണ്ട്, തിയോൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്തിനാണിപ്പോഴും എന്നോട് സംസാരിച്ചു നിൽക്കുന്നത്? ജോൺ ചോദിച്ചു. ജോൺ അവിടെ നിന്നും നടന്നുപോയി. തിയോണിന്റെ മുഖത്ത് വലിയൊരു തിരിച്ചറിവുണ്ടായി. കിങ്സ് ലാൻഡിംഗിന്റെ തീരത്ത് അലറിയടിക്കുന്ന തിരമാലകൾക്കിടയിൽ ഹറാഗും മറ്റ് അയറൺബോൺ പടയാളികളും തങ്ങളുടെ ചെറിയ ബോട്ടുകളിൽ സാധനങ്ങൾ കയറ്റുകയായിരുന്നു. തിയോൺ അവരുടെ അടുത്തേക്ക് ധൈര്യത്തോടെ നടന്നുചെന്നു. നമ്മളെല്ലാവരും യാരായെ പിന്തുടരാനാണ് തീരുമാനിച്ചത്. നമ്മൾ അയറൺ ഐലൻഡ്സ് വിട്ടത് യാരായിക്ക് വേണ്ടിയാണ്. നമ്മളിലൊരാളെ അവൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മൾ അവളെയും ഉപേക്ഷിക്കുന്നില്ല, തിയോൺ ഉറക്കെ പ്രഖ്യാപിച്ചു. നിന്റെ സഹോദരി മരിച്ചു, ഹറാഗ് പരിഹാസത്തോടെ പറഞ്ഞു. അവൾ മരിച്ചിട്ടില്ല, തിയോൺ തറപ്പിച്ചു പറഞ്ഞു. അവൾ നിന്റെ സഹോദരിയാണ്, നീ അവളെ അവിടെ മരിക്കാൻ വിട്ടു, ഹറാഗ് കുറ്റപ്പെടുത്തി. അതെ, ഞാൻ ചെയ്തു. എന്റെ അമ്മാവനെ കണ്ട് ഞാൻ ഓടിപ്പോയി. ഞാനൊരു ഭീരുവായിരുന്നു, തിയോൺ തന്റെ തെറ്റ് സമ്മതിച്ചു. മരിച്ചവർക്ക് നീന്താൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ കിഴക്കോട്ട് യാത്ര തിരിക്കാൻ പോവുകയാണ്. ശാന്തമായ ഒരു ദ്വീപ് കണ്ടെത്തുക. അവിടുത്തെ എല്ലാ പുരുഷന്മാരെയും കൊല്ലുക. അവരുടെ ഭാര്യമാരെ ഞങ്ങൾ സ്വന്തമാക്കും, ഹറാഗ് തന്റെ പദ്ധതി പറഞ്ഞു. നമ്മൾ അതെല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു, തിയോൺ ഓർമ്മിപ്പിച്ചു. നമ്മൾ അവളെ കണ്ടെത്താൻ പോവുകയാണ്. അവളെ നമ്മൾ സ്വതന്ത്രയാക്കും, തിയോൺ പറഞ്ഞു. ഹറാഗ് മുന്നോട്ട് വന്ന് തിയോണിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അവിടെയുണ്ടായിരുന്നവർ അതെല്ലാം കണ്ട് ഉറക്കെ ചിരിച്ചു. ഹറാഗ് പെട്ടെന്ന് തിയോണിന്റെ താടിയിൽ നോക്കി അതിശക്തമായി ഇടിച്ചു. തിയോൺ പുറകോട്ട് വേച്ചുപോയി. എന്നാൽ അവൻ സമനില വീണ്ടെടുത്ത് തിരിച്ചടിച്ചു. ഹറാഗ് അതൊഴിഞ്ഞു മാറി. അവർ തമ്മിൽ വലിയൊരു പിടിവലിയായി. അവസാനം തിയോൺ താഴെ വീണു. പടയാളികൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചു ചിരിച്ചു. തന്റെ തലകൊണ്ട് ഹറാഗിന്റെ മുഖത്ത് അതിശക്തമായി ഇടിക്കുകയും അവനെ താഴെയിട്ട് അവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് രക്തം വരുന്നതുവരെ ക്രൂരമായി മുഖത്തിടിക്കുകയും ചെയ്തു. ഹറാഗ് പൂർണ്ണമായും പരാജയപ്പെട്ടു. എനിക്കു വേണ്ടിയല്ല, യാരായ്ക്കു വേണ്ടി, തിയോൺ അലറിക്കൊണ്ട് പറഞ്ഞു. അവിടെയുള്ളവരെല്ലാം ഏറ്റുവിളിച്ചു. മഞ്ഞു വീഴുന്ന ആ ചാരനിറമുള്ള പ്രഭാതത്തിൽ വിന്റർഫെല്ലിന്റെ കോട്ടമതിലിനു മുകളിൽ നിന്നുകൊണ്ട് സൻസ ആ വിശാലമായ ഭൂപ്രകൃതിയെ നോക്കി ചിന്താമഗ്നയായി നിന്നു. അവൾ ഒരു തീരുമാനമെടുത്ത് കാവൽക്കാരന്റെ അടുത്തേക്ക് നടന്നു. എന്റെ സഹോദരിയെ, സൻസ ആജ്ഞാപിച്ചു. വിന്റർഫെല്ലിലെ വലിയ ഹാളിൽ മരം കൊണ്ടുള്ള നീളൻ മേശയ്ക്ക് പിന്നിലായി സൻസായും ബ്രാനും ഇരിക്കുകയാണ്. വോൾക്കാൻ അവർക്കരികിലായി നിന്നു. മുറി മുഴുവൻ നോർത്തേൺ കാവൽക്കാരെക്കൊണ്ട് നിറഞ്ഞിരുന്നു. 2 കാവൽക്കാർ ആര്യായെ ആ ഹാളിലേക്ക് കൊണ്ടുവരികയും മേശയ്ക്ക് മുന്നിലായി ഒറ്റയ്ക്ക് നിർത്തുകയും ചെയ്തു. നിങ്ങൾക്കിത് ചെയ്യണമെന്നുറപ്പാണോ? ആര്യ ചോദിച്ചു. ഇത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമ്മുടെ അഭിമാനം ആവശ്യപ്പെടുന്ന കാര്യമാണിത്, സൻസ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അഭിമാനം എന്താണ് ആവശ്യപ്പെടുന്നത്? ആര്യ ചോദിച്ചു. നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നമ്മെ വഞ്ചിക്കുന്നവരിൽ നിന്ന് നോർത്തിനെ സംരക്ഷിക്കാൻ, സൻസ ഗൗരവത്തോടെ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ തുടങ്ങാം, ആര്യ പറഞ്ഞു. നിങ്ങൾ കൊലപാതക കുറ്റമാണ് നേരിടുന്നത്. രാജ്യദ്രോഹ കുറ്റവും നേരിടുന്നു. ഈ ആരോപണങ്ങൾക്ക് നിങ്ങൾ എന്ത് മറുപടി നൽകും, ലോർഡ് ബെയിലിഷ്? സൻസ ചോദിച്ചു. ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും അവനെത്തന്നെ നോക്കി. ലിറ്റിൽ ഫിംഗർ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. എന്റെ സഹോദരി നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ആര്യ പറഞ്ഞു. ലേഡി സൻസ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്, ലിറ്റിൽ ഫിംഗർ ഭയപ്പാടോടെ പറഞ്ഞു. ഏത് ആരോപണമാണ് നിങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്? നമുക്ക് ഏറ്റവും ലളിതമായ ഒന്നിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഞങ്ങളുടെ അമ്മായിയായ ലൈസ ആരിനെ കൊന്നു. നിങ്ങൾ അവളെ മൂൺഡോറിലൂടെ താഴേക്ക് തള്ളിയിടുകയും അവൾ മരിച്ചു വീഴുന്നത് നോക്കി നിൽക്കുകയും ചെയ്തു. നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ? സെൻസ ചോദിച്ചു. നിങ്ങളെ സംരക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്, ലിറ്റിൽ ഫിംഗർ ഭയത്തോടെ പറഞ്ഞു. വെയിലിൽ അധികാരം പിടിച്ചെടുക്കാനാണ് നിങ്ങളത് ചെയ്തത്. അതിനു മുമ്പ് നിങ്ങൾ ജോൺ ആരിനെ കൊലപ്പെടുത്താനും ഗൂഢാലോചന നടത്തി. അവനെ വിഷം കൊടുത്തു കൊല്ലാൻ നിങ്ങൾ ലൈസായ്ക്ക് ടിയേഴ്സ് ഓഫ് ലിസ് നൽകി. നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ? സൻസ വീണ്ടും ചോദിച്ചു. നിങ്ങളുടെ അമ്മായി നിങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവൾ വലിയ മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് എവിടെ നോക്കിയാലും ശത്രുക്കളെ മാത്രമായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്, ലിറ്റിൽ ഫിംഗർ കള്ളം പറഞ്ഞു. ജോൺ ആരിനെ കൊലപ്പെടുത്തിയത് ലാനിസ്റ്റർമാരാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു കത്തയക്കാൻ നിങ്ങൾ ആന്റ് ലൈസായോട് ആവശ്യപ്പെട്ടു. എന്നാൽ സത്യത്തിൽ അത് നിങ്ങളായിരുന്നു ചെയ്തത്. സ്റ്റാക്സും ലാനിസ്റ്റർമാരും തമ്മിലുള്ള ശത്രുത, അത് നിങ്ങളാണ് തുടങ്ങിവെച്ചത്. നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ? സൻസ അതികഠിനമായ ശബ്ദത്തിൽ ചോദിച്ചു. അങ്ങനെയൊരു കത്തിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ലിറ്റിൽ ഫിംഗർ കള്ളം ആവർത്തിച്ചു.
ഞങ്ങളുടെ അച്ഛനായ നെഡ് സ്റ്റാർക്കിനെ വഞ്ചിക്കാൻ നിങ്ങൾ സെർസി ലാനിസ്റ്ററും ജോഫ്രി ബരാത്തിയണുമായി ഗൂഢാലോചന നടത്തി. നിങ്ങളുടെ വഞ്ചന കാരണം അദ്ദേഹം ജയിലിലാവുകയും പിന്നീട് വ്യാജരാജ്യദ്രോഹക്കുറ്റം ചുമത്തി വധിക്കപ്പെടുകയും ചെയ്തു. നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ? സൻസ തന്റെ അച്ഛന്റെ മരണമോർത്ത് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. ഞാനത് നിഷേധിക്കുന്നു. അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ നിങ്ങളിലാരുമുണ്ടായിരുന്നില്ല. നിങ്ങളിൽ ആർക്കും സത്യമെന്താണെന്നറിയില്ല. ലിറ്റിൽ ഫിംഗർ അലറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചു. ബ്രാൻ ശൂന്യതയിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. ബ്രാനിന് ഇതെങ്ങനെ അറിയാമെന്നോർത്ത് ലിറ്റിൽ ഫിംഗർ ഞെട്ടിത്തെറിച്ചുപോയി. നിങ്ങൾ പറഞ്ഞു, എന്നെ വിശ്വസിക്കരുതെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ? ബ്രാൻ കൃത്യമായി അന്ന് നടന്നത് പറഞ്ഞു. ഈ കത്തി ടിരിയൻ ലാനിസ്റ്ററിന്റേതാണെന്ന് നിങ്ങൾ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു. എന്നാൽ അത് നിങ്ങളുടെ മറ്റൊരു നുണ മാത്രമായിരുന്നു. ഇത് നിങ്ങളുടേതായിരുന്നു. ആര്യ ആ കത്തി പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ലേഡി സാൻസ, ഞാൻ നിങ്ങളൊരു ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ എനിക്ക് നിങ്ങളെ അറിയാം. ഞാൻ നിങ്ങളെ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്. ലിറ്റിൽ ഫിംഗർ യാചിക്കാൻ തുടങ്ങി. എന്നെ സംരക്ഷിച്ചെന്നോ? എന്നെ ബോൾട്ടൺമാർക്ക് വിറ്റുകൊണ്ടാണോ സംരക്ഷിച്ചത്? സൻസ പുച്ഛത്തോടെ ചോദിച്ചു. നമുക്ക് തനിച്ച് സംസാരിക്കാമെങ്കിൽ എനിക്കെല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയും, ലിറ്റിൽ ഫിംഗർ അപേക്ഷിച്ചു. ചിലപ്പോൾ ഒരാളുടെ ഉദ്ദേശ്യമെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഗെയിം കളിക്കാറുണ്ട്. ഞാൻ ഏറ്റവും മോശമായത് സങ്കൽപ്പിക്കും. എന്റെ സഹോദരിക്കെതിരെ എന്നെ തിരിച്ചുവിടാൻ നിങ്ങൾക്കുള്ള ഏറ്റവും മോശമായ ലക്ഷ്യമെന്താണ്? അതുതന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതാണല്ലോ നിങ്ങളെപ്പോഴും ചെയ്യുന്നത്. കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുക, സഹോദരിമാരെ തമ്മിലടിപ്പിക്കുക. അതാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ അമ്മയോടും ആണ്ട് ലൈസായോടും ചെയ്തത്. അതുതന്നെയാണ് നിങ്ങൾ ഞങ്ങളോടും ചെയ്യാൻ ശ്രമിച്ചത്. സൻസ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. സൻസ, ദയവായി. ലിറ്റിൽ ഫിംഗർ കരയാൻ തുടങ്ങി. ഞാൻ വളരെ വൈകി കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, അത് സത്യമാണ്. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്, സൻസ പറഞ്ഞു. എന്നെ ന്യായീകരിക്കാൻ എനിക്കൊരവസരം തരൂ. ഞാനത് അർഹിക്കുന്നുണ്ട്, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. ലിറ്റിൽ ഫിംഗർ ഉടനെ യോൺ റോയ്സിനെ നോക്കി ആജ്ഞാപിച്ചു. ഞാൻ ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ദ വെയിലാണ്. എന്നെ സുരക്ഷിതമായി ഏരിയയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞാൻ അങ്ങനെ കരുതുന്നില്ല, യോൺ റോയ്സ് ഒട്ടും ബഹുമാനമില്ലാതെ പറഞ്ഞു. ലിറ്റിൽ ഫിംഗർ നിസ്സഹായനായി സൻസായ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. സൻസ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാനൊരു കുട്ടിയായിരുന്ന കാലം മുതൽ നിങ്ങളുടെ അമ്മയെ ഞാൻ സ്നേഹിച്ചിരുന്നു, ലിറ്റിൽ ഫിംഗർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ അവരെ വഞ്ചിച്ചു, സൻസ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. മറ്റാരെക്കാളും അധികമായി, ലിറ്റിൽ ഫിംഗർ യാചിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ വഞ്ചിച്ചു, സൻസ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്നെ തിരികെ വിന്റർഫെല്ലിൽ കൊണ്ടുവന്നപ്പോൾ ഈ ലോകത്ത് നീതിയെന്നൊന്നില്ലെന്നും നമ്മളതുണ്ടാക്കിയെടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ എന്നും നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ വിലയേറിയ ഒരുപാട് പാഠങ്ങൾക്ക് നന്ദി, ലോർഡ് ബേലിഷ്. ഞാൻ അവയൊന്നും ഒരിക്കലും മറക്കില്ല, സൻസ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ അവസാനിച്ച ഉടനെ ആര്യ മിന്നൽ വേഗത്തിൽ ലിറ്റിൽ ഫിംഗറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. കിങ്സ് ലാൻഡിങ്ങിലെ കൊട്ടാരമുറ്റത്തേക്ക് ജെയ്മെ നടന്നു ചെന്നു. മുകളിലത്തെ നിലയിൽ നിന്ന് സെർസി അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കിങ്സ് ലാൻഡിങ്ങിലെ നമ്മുടെ സൈന്യം 3 ദിവസത്തിനുള്ളിൽ വടക്കോട്ട് മാർച്ച് ചെയ്യും, ജെയ്മെ അവിടുത്തെ മറ്റു പ്രഭുക്കന്മാരോട് പറഞ്ഞു. സെർസി പതുക്കെ താഴേക്ക് നടന്നുവന്ന് ജെയ്മെ കരികിൽ നിന്നു. നീ എന്താണീ ചെയ്യുന്നത്? സെർസി ചോദിച്ചു. വടക്കോട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, ജെയ്മെ പറഞ്ഞു. വടക്കോട്ടുള്ള യാത്രയോ? നീ എക്കാലത്തും ഏറ്റവും വലിയ വിഡ്ഢിയായ ലാനിസ്റ്ററാണെന്ന് എനിക്കറിയാമായിരുന്നു. സ്റ്റാർക്സും ടാർഗേരിയൻസും നമുക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു. എന്നിട്ട് നീ അവർക്കൊപ്പം പോയി പോരാടാനാണോ ആഗ്രഹിക്കുന്നത്? നീ ഒരു രാജ്യദ്രോഹിയാണോ അതോ വെറുമൊരു വിഡ്ഢിയാണോ? സെർസി ദേഷ്യത്തോടെ ചോദിച്ചു. നമ്മുടെ പൊതുശത്രുവിനെതിരെ പോരാടാമെന്ന് നിങ്ങൾ നമ്മുടെ സൈന്യത്തെ അയക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ്, ജെയ്മെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ എന്താണ് പറയേണ്ടത് അത് ഞാൻ പറയും. നമ്മുടെ അച്ഛനെ കൊന്നവനെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? വിദേശികളായ ആ വൃത്തികെട്ടവർക്കൊപ്പം പോരാടാൻ, ആ ഡ്രാഗൺ ക്വീനിനു വേണ്ടി പോരാടാൻ ഞാൻ എന്റെ സൈന്യത്തോട് ആജ്ഞാപിക്കുമെന്ന് നീ കരുതിയോ? സെർസി ചോദിച്ചു. നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നിങ്ങളത് കണ്ടതാണ്. മരിച്ചുപോയ ഒരുവൻ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ജെയ്മെ ഭയത്തോടെ പറഞ്ഞു. അതൊന്ന് കത്തുന്നതും ഞാൻ കണ്ടു. ഡ്രാഗണുകൾക്ക് അവരെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ, ദോത്രാക്കികൾക്കും അൺസൊളീഡിനും നോർത്തേൺകാർക്കും അവരെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൈന്യം എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? സെർസി ചോദിച്ചു. ഇതൊരു കുടുംബങ്ങളുടെയും പ്രശ്നമല്ല, ഇത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള പ്രശ്നമാണ്, ജെയ്മെ പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ആ സ്റ്റാർക്ക് പയ്യനും അവന്റെ പുതിയ രാജ്ഞിയും ചേർന്ന് നോർത്തിനെ സംരക്ഷിക്കട്ടെ. നമ്മൾ എപ്പോഴുമുള്ളതുപോലെ ഇവിടെ തന്നെ നിൽക്കും. സെർസി തന്റെ കുടിലമായ പ്ലാൻ വ്യക്തമാക്കി. ഞാനൊരു വാക്ക് നൽകിപ്പോയി, ജെയ്മെ പറഞ്ഞു. നമ്മുടെ കുട്ടി വെസ്റ്ററോസ് ഭരിക്കും, സെർസി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മരിച്ചവർ തെക്കോട്ട് വന്നാൽ നമ്മുടെ കുട്ടി ജനിക്കുക പോലുമില്ല, ജെയ്മെ പറഞ്ഞു.
ആ രാക്ഷസന്മാർ യഥാർത്ഥമാണ്. വൈറ്റ് വാക്കേഴ്സ്, ഡ്രാഗണുകൾ, അലറുന്ന ദോത്രാക്കികൾ. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട ഭയപ്പെടുത്തുന്ന കഥകളെല്ലാം സത്യമാണ്. അങ്ങനെ തന്നെയാകട്ടെ. ആ രാക്ഷസന്മാർ പരസ്പരം കൊന്നൊടുക്കട്ടെ. അവർ നോർത്തിൽ പോരാടുമ്പോൾ നമ്മൾ നമ്മുടേതായ ദേശങ്ങളെല്ലാം തിരികെ പിടിക്കും, സെർസി പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിക്കും? ജൈമെ നിരാശയോടെ ചോദിച്ചു. എന്നിട്ട് നമ്മൾ ഭരിക്കും, സെർസി പറഞ്ഞു. നോർത്തിലെ യുദ്ധം അവസാനിക്കുമ്പോൾ ആരെങ്കിലും വിജയിക്കുമല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മരിച്ചവരാണ് വിജയിക്കുന്നതെങ്കിൽ അവർ തെക്കോട്ട് വന്ന് നമ്മളെ എല്ലാവരെയും കൊല്ലും. ജീവിച്ചിരിക്കുന്നവരാണ് വിജയിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ വഞ്ചിച്ചതുകൊണ്ട് അവർ തെക്കോട്ട് വന്ന് നമ്മളെ എല്ലാവരെയും കൊല്ലും, ജൈമെ ദേഷ്യത്തോടെ പറഞ്ഞു. ടാർഗേരിയൻസും സ്റ്റാർക്സും ഇപ്പോൾ തന്നെ നമ്മളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ മിക്കവരും നോർത്തിൽ വെച്ച് തന്നെ മരിക്കും, സെർസി പറഞ്ഞു. ഞാൻ അവരെ യുദ്ധക്കളത്തിൽ നേരിട്ടതാണ്. നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അവരുടെ ഡ്രാഗണുകളെ തോൽപ്പിക്കാൻ കഴിയില്ല, ജൈമെ തന്റെ നിസ്സഹായത പറഞ്ഞു. ആ പിറ്റിൽ വെച്ച് നീ എത്ര ഡ്രാഗണുകളെ കണ്ടു? സെർസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. 2 എണ്ണം, ജൈമെ പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തേതിനെന്തുപറ്റി? സെർസി ചോദിച്ചു. നമുക്കറിയാവുന്നിടത്തോളം അത് അവളുടെ കപ്പലുകൾക്ക് കാവൽ നിൽക്കുകയായിരിക്കാം, ജൈമെ പറഞ്ഞു. അവളിവിടെ വന്നത് അവളുടെ ഡ്രാഗണുകൾക്കും ദോത്രാക്കികൾക്കും അൺസുലീഡിനും ഒപ്പമാണ്. അവളുടെ ശക്തി നമ്മളെ കാണിക്കാനാണ് അവൾ വന്നത്. അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഡ്രാഗണുകളെ തോൽപ്പിക്കാൻ കഴിയും, സെർസി തന്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ദോത്രാക്കികളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അത്രയും ആളുകളില്ല. മറ്റു കുടുംബങ്ങളുടെ പിന്തുണയും നമുക്കില്ല, ജൈമെ പറഞ്ഞു. അല്ല, നമുക്ക് അതിനേക്കാൾ മികച്ച ഒന്നുണ്ട്. നമുക്ക് അയറൺ ബാങ്കുണ്ട്. സ്വർണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ നീ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. ഓ, എനിക്കറിയാം, അതൊക്കെ നിനക്ക് മടുപ്പുള്ള കാര്യമായിരുന്നുവെന്ന്. നിനക്ക് വേട്ടയാടാനും കുതിരസവാരി നടത്താനും പോരാടാനും മാത്രമായിരുന്നു താൽപ്പര്യം. എന്നാൽ ഞാൻ അതെല്ലാം കേട്ടു, ഞാൻ പഠിച്ചു. ഹൈഗാർഡൻ നമുക്ക് എസോസിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെ വാങ്ങിത്തന്നു, ഗോൾഡൻ കമ്പനി. 20,000 ആളുകൾ, കുതിരകൾ, പിന്നെ ആനകളും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, സെർസി തികഞ്ഞ ഗർവോടെ പറഞ്ഞു. ഗോൾഡൻ കമ്പനി ഇവിടെയില്ലല്ലോ. അവർ എസോസിലാണ്. എസോസിലെ ഒരു വാടക സൈന്യം നമ്മളെ എങ്ങനെ സഹായിക്കാനാണ്? ജെമെ ചോദിച്ചു. യൂറോൺ ഗ്രേജോയ് ഭയന്നോടി അയറൺ ഐലൻഡ്സിലേക്ക് കപ്പൽ കയറിയെന്നാണോ നീ വിശ്വസിക്കുന്നത്? അവൻ രാജ്ഞിയെ വിവാഹം കഴിക്കാനുള്ള അവസരം ഉപേക്ഷിച്ചുവെന്നാണോ നീ കരുതുന്നത്? ആരും എന്നെ ഉപേക്ഷിച്ചു പോകില്ല. അവൻ തന്റെ കപ്പലുകളുമായി എസോസിലേക്ക് പോവുകയാണ്. വെസ്റ്ററോസിലെ യുദ്ധം വിജയിക്കാൻ നമ്മളെ സഹായിക്കാൻ അവൻ ഗോൾഡൻ കമ്പനിയെ ഇങ്ങോട്ട് കൊണ്ടുവരും, സെർസി പറഞ്ഞു. നിങ്ങളുടെ സൈന്യാധിപനായ എന്നോട് പോലും പറയാതെ നിങ്ങൾ യൂറോൺ ഗ്രേജോയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നോ? ജൈമെ ഞെട്ടലോടെ ചോദിച്ചു. പിന്നെ നിന്റെ രാജ്ഞിയായ എന്നോട് പറയാതെ നമ്മുടെ അച്ഛനെ കൊന്ന ആ ടിരിയനുമായി നീ ഗൂഢാലോചന നടത്തിയില്ലേ? സെർസി തിരിച്ചടിച്ചു. ഞാൻ അവനുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല, ജൈമെ പറഞ്ഞു. എന്റെ സമ്മതമില്ലാതെ നീ അവനെ രഹസ്യമായി പോയി കണ്ടു. എന്റെ ശത്രുക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നീ പ്ലാൻ ചെയ്തു. അതിനെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്, സെർസി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ വടക്കോട്ടു പോകാമെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ പാലിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ജൈമെ ഉറപ്പിച്ചു പറഞ്ഞു. അത് രാജ്യദ്രോഹമാകും, സെർസി പറഞ്ഞു. രാജ്യദ്രോഹമോ? ജൈമെ ചോദിച്ചു. നിന്റെ രാജ്ഞിയുടെ ആജ്ഞ ധിക്കരിക്കുന്നത്, അവളുടെ ശത്രുക്കൾക്കൊപ്പം പോരാടുന്നത്, ഇതിനെയൊക്കെ നീ പിന്നെ എന്താണ് വിളിക്കുക? സെർസി ചോദിച്ചു. ഞാൻ അതിനെ എന്തു വിളിക്കുന്നു എന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല, ജൈമെ പറഞ്ഞു. ജൈമെ അവിടെ നിന്നും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ മൗണ്ടൻ അവനെ തടഞ്ഞു നിർത്തി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, എന്നെ ഉപേക്ഷിച്ച് ആർക്കും പോകാൻ കഴിയില്ലെന്ന്, സെർസി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ അവനോട് എന്നെ കൊല്ലാൻ ആജ്ഞാപിക്കാൻ പോവുകയാണോ? നിങ്ങൾക്കിനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ കുട്ടികൾ പോയി, നമ്മുടെ അച്ഛൻ പോയി. ഇപ്പോൾ ഞാനും നീയും മാത്രമേയുള്ളൂ, ജൈമെ സങ്കടത്തോടെ പറഞ്ഞു. ഇനിയും ഒരാൾ കൂടി വരാനുണ്ട്, സെർസി തന്റെ വയറ്റിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ആജ്ഞാപിച്ചോളൂ, ജൈമെ തന്റേടിയായി പറഞ്ഞു. സെർസി ഒന്നും അടിച്ചുനിന്നു. അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് ജൈമേക്ക് മനസ്സിലായി. എന്നാൽ സെർസി മൗണ്ടനിന് നേരെ തലയാട്ടി. ജൈമെ ഒരു നിമിഷം ഭയന്നു പോയെങ്കിലും അവൻ തന്റെ തീരുമാനമുറപ്പിച്ചു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല, ജൈമെ പറഞ്ഞു. ജൈമെ മൗണ്ടനെ വകഞ്ഞുമാറ്റി പുറത്തേക്ക് നടന്നു. അവൻ ജൈമയെ പോകാൻ അനുവദിച്ചു. സെർസി അവനെ പിന്തുടരാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നിന്നു. കിങ്സ് ലാൻഡിങ്ങിന്റെ പുറത്ത് ജൈമെ തന്റെ കുതിരപ്പുറത്ത് കയറി നഗരത്തിൽ നിന്നും വളരെ ദൂരേക്ക് യാത്ര ചെയ്യുകയാണ്. അവൻ തന്റെ സ്വർണ്ണ കൈ നോക്കി, എന്നിട്ട് തന്റെ ഗ്ലൗസ് അതിലേക്കിട്ടു. മഞ്ഞു വീഴുന്ന ആ ചാരനിറമുള്ള ആകാശത്തേക്ക് അവൻ നോക്കി. അവൻ കുതിരയെ വേഗത്തിൽ ഓടിച്ചുപോയി. രാത്രിയിലെ കിങ്സ് ലാൻഡിങ്ങിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞു വീഴുന്ന കാഴ്ചകൾ കണ്ടു. വിൻഡർഫെല്ലെ മുറിയിൽ ബ്രാൻ തീജ്വാലയ്ക്ക് മുന്നിലിരിക്കുകയായിരുന്നു. വാതിലിൽ ഒരു മുട്ട് കേട്ടു. അകത്തേക്ക് വരൂ, ബ്രാൻ പറഞ്ഞു. സാം അകത്തേക്ക് കയറി വന്നു. സാം ബ്രാൻ വിളിച്ചു. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കുറപ്പില്ലായിരുന്നു, സാം ഭവ്യതയോടെ പറഞ്ഞു. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, ബ്രാൻ പറഞ്ഞു. മതിലിനപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, ബ്രാൻ പറഞ്ഞു. ഓ, അതിനെന്താ,
മതിലിനപ്പുറം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? സാം ചോദിച്ചു. ഞാൻ 3 ഡ്രേവനായി മാറി, ബ്രാൻ പറഞ്ഞു. അതിനർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, സാം കൗതുകത്തോടെ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിയും. ലോകമെമ്പാടും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്തിനാണ് വിന്റർഫെല്ലിലേക്ക് വന്നത്? സാം ചോദിച്ചു. ജോൺസ് ദ വൺ ടു ലീഡ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡെഡ്. എനിക്കറിയാം. എന്നാൽ അവനത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ സഹായിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, സാം പറഞ്ഞു. അവൻ ഡെനറിസ് ടാർഗാരിയനൊപ്പം വിന്റർഫെല്ലിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊരു ദർശനത്തിൽ കണ്ടതാണോ? സാം ചോദിച്ചു. ബ്രാൻ ഒരു കാക്ക കൊണ്ടുവന്ന സന്ദേശം ഉയർത്തിക്കാണിച്ചു. ഓ, സാം ചമ്മലോടെ പറഞ്ഞു. അവൻ സത്യം അറിയേണ്ടതുണ്ട്, ബ്രാൻ പറഞ്ഞു. എന്തിനെക്കുറിച്ചുള്ള സത്യം? സാം ചോദിച്ചു. അവനെക്കുറിച്ചുള്ള സത്യം ആർക്കും അറിയില്ല. എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ജോൺ യഥാർത്ഥത്തിൽ എന്റെ അച്ഛന്റെ മകനല്ല. അവൻ റേഗർ ടാർഗാരിയന്റെയും എന്റെ അമ്മായി ല്യാന സ്റ്റാർക്കിന്റെയും മകനാണ്. അവൻ ഡോർണിലെ ഒരു ഗോപുരത്തിലാണ് ജനിച്ചത്. അവന്റെ യഥാർത്ഥ പേര് സ്നോ എന്നല്ല, അത് സാൻഡ് എന്നാണ് ബ്രാൻ വെളിപ്പെടുത്തി. അങ്ങനെയല്ല, സാം പറഞ്ഞു. ഡോർണിഷ് അവിഹിത സന്തതികളെ സാൻഡ് എന്നാണ് വിളിക്കുന്നത്, ബ്രാൻ പറഞ്ഞു. സിറ്റാഡലിൽ വെച്ച് ഞാനൊരു ഹൈസെപ്റ്റന്റിന്റെ ഡയറി പകർത്തി എഴുതിയിരുന്നു. അദ്ദേഹം റേഗറും ഏലിയായും തമ്മിലുള്ള വിവാഹം റദ്ദാക്കിയിരുന്നു. അദ്ദേഹം റേഗറിനെയും ല്യാനായെയും ഒരു രഹസ്യ ചടങ്ങിൽ വെച്ച് വിവാഹം കഴിപ്പിച്ചു. സാം പുതിയ സത്യം തുറന്നു പറഞ്ഞു. നിങ്ങൾക്കുറപ്പാണോ? ബ്രാൻ ചോദിച്ചു. ഹൈസെപ്റ്റൻ തന്റെ സ്വകാര്യ ഡയറിയിൽ എഴുതിയത് അതാണ്. അദ്ദേഹം എന്തിന് കള്ളം പറയണമെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണോ? സാം ചോദിച്ചു. ബ്രാൻ വീണ്ടും തന്റെ ദർശനങ്ങളിലേക്ക് പോയി. റേഗറും ല്യാനായും തമ്മിലുള്ള വിവാഹം ബ്രാൻ കണ്ടു. ഫാദർ സ്മിത്ത് വാരിയർ, മദർ മെയ്ഡൻ ക്രോൺ സ്ട്രേഞ്ചർ. ഞാൻ അവളുടേതാണ്. ഈ ദിവസം മുതൽ എന്റെ ജീവിതാവസാനം വരെ അവൾ എന്റേതുമാണ്, റേഗർ പ്രതിജ്ഞയെടുത്തു. ഫാദർ സ്മിത്ത് വാരിയർ, മദർ മെയ്ഡൻ ക്രോൺ സ്ട്രേഞ്ചർ. ഞാൻ അവന്റേതാണ്. ഈ ദിവസം മുതൽ എന്റെ ജീവിതാവസാനം വരെ അവൻ എന്റേതുമാണ്, ല്യാനായും പ്രതിജ്ഞയെടുത്തു. റോബർട്ട്സ് റിബല്യൻ ഒരു വലിയ നുണയുടെ പുറത്താണ് പടുത്തുയർത്തിയത്. റേഗർ എന്റെ അമ്മായിയെ തട്ടിക്കൊണ്ടുപോവുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിരുന്നില്ല, ബ്രാൻ പറഞ്ഞു. സമുദ്രത്തിലൂടെ പോകുന്ന ആ വലിയ കപ്പലിൽ ജോൺ ഒരു വാതിലിൽ മുട്ടി ഡേനറിസ് വാതിൽ തുറന്നു. ഡേനറിസ് തന്റെ കൈകൾ താഴ്ത്തി ജോണിനെ അകത്തേക്ക് ക്ഷണിച്ചു. വാതിലടഞ്ഞു. പിരിയൻ ഇടനാഴിയിൽ നിന്ന് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദർശനത്തിൽ ലിയാന്ന ജോണിന് ജന്മം നൽകിക്കഴിഞ്ഞു. അവൾ മരണത്തോട് മല്ലിടുകയാണ്. നെഡ് അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈപിടിച്ചിരിക്കുന്നു. അവന്റെ പേര് ഏഗൺ ടാർഗേര്യൻ എന്നാണ്. നീ അവനെ സംരക്ഷിക്കണം. എനിക്ക് വാക്കുതാ, ല്യാന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കപ്പലിനുള്ളിൽ ഡെനറിസും ജോണും അങ്ങേയറ്റം സ്നേഹത്തോടെ പരസ്പരം ചുംബിക്കുകയും ഒന്നിക്കുകയും ചെയ്തു. അവൻ ഒരിക്കലും ഒരു അവിഹിത സന്തതിയായിരുന്നില്ല. അവനാണ് അയറൺ ത്രോണിന്റെ യഥാർത്ഥ അവകാശി, ബ്രാൻ പറഞ്ഞു. അവരുടെ മുറിക്ക് പുറത്ത് ടീരിയൻ ആ ഇടനാഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇത് അറിയണം. നമ്മൾ അവനോട് സത്യം പറയണം, ബ്രാനിന്റെ ശബ്ദം മുഴങ്ങി. വിന്റർഫെല്ലിന്റെ കോട്ടമുകളിൽ മഞ്ഞു വീഴുന്ന പ്രഭാതത്തിൽ സൻസായും ആര്യായും നിൽക്കുകയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആര്യ ചോദിച്ചു. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. അവന്റെ ആ ഭയാനകമായ രീതിയിലാണെങ്കിൽ പോലും അവൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സൻസ പറഞ്ഞു. നിങ്ങൾ ചെയ്തതാണ് ശരി, ആര്യ പറഞ്ഞു. നമ്മളാണ് ചെയ്തത്, സൻസ തിരുത്തി. ഞാൻ വെറുമൊരു ആരാച്ചാർ മാത്രമാണ്. നിങ്ങളാണ് ശിക്ഷ വിധിച്ചത്. നിങ്ങളാണ് ലേഡി ഓഫ് വിന്റർഫെൽ, ആര്യ ബഹുമാനത്തോടെ പറഞ്ഞു. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൻസ ചോദിച്ചു. എനിക്കൊരിക്കലും നിങ്ങളെപ്പോലെ ഒരു നല്ല പ്രഭ്യയാകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് മറ്റെന്തെങ്കിലുമായി മാറേണ്ടി വന്നു. നിങ്ങൾ അതിജീവിച്ചതൊന്നും എനിക്കൊരിക്കലും അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല, ആര്യ ആത്മാർത്ഥതയോടെ പറഞ്ഞു. നിനക്ക് കഴിയുമായിരുന്നില്ല. എനിക്കറിയാവുന്നവരിൽ വെച്ച് ഏറ്റവും ശക്തയായ വ്യക്തി നീയാണ്, സൻസ പറഞ്ഞു. നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകേട്ട് അധികം സന്തോഷിക്കേണ്ട. നീ ഇപ്പോഴും വളരെ വിചിത്രമായ സ്വഭാവമുള്ള ഒരു ശല്യക്കാരി തന്നെയാണ്, സൻസ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശൈത്യകാലത്ത് നമ്മൾ എത്തന്നെ സംരക്ഷിക്കണം, പരസ്പരം നോക്കണം, ആര്യ പറഞ്ഞു. വിന്റർഫെല്ലിലെ ഗോഡ്സ്വുഡിനു മുന്നിലായി സമാധാനത്തോടെ ബ്രാൻ ഇരിക്കുന്ന കാഴ്ച കാണുന്നു. വടക്കുള്ള ആ വലിയ മതിലിനു മുകളിൽ ആഞ്ഞുവീശുന്ന കാറ്റിൽ ടോർമണ്ടും ബെരിക്കും കാവൽ നിൽക്കുകയായിരുന്നു. കാക്കകൾ കരഞ്ഞുകൊണ്ട് പറക്കുന്നുണ്ടായിരുന്നു. അവർ വടക്കുഭാഗത്തെ ഇരുളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത് താഴേക്ക് ഒരുപാട് ദൂരമുണ്ട്, ബെരിക് താഴേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് ദൂരെയുള്ള കാട്ടിൽ നിന്നും ചില രൂപങ്ങൾ പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. എനിക്കവിടെ ചില ചലനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കൂ, ആ മരങ്ങൾക്കിടയിൽ ഒരു കാവൽക്കാരൻ അലറി. അതെന്താണ്? മറ്റൊരുവൻ ചോദിച്ചു. മരങ്ങൾക്കിടയിൽ നിന്നും ഭയാനകമായ ആ വലിയ മരിച്ചവരുടെ സൈന്യം പുറത്തേക്ക് വന്നു.
വൈറ്റ് വാക്കേഴ്സ് തങ്ങളുടെ കുന്തങ്ങളുമായി കുതിരപ്പുറത്തു വരുന്നുണ്ടായിരുന്നു. ഒരു വലിയ കാഹളം മുഴങ്ങി. പെട്ടെന്ന് ആ സൈന്യം നിശ്ചലമായി നിന്നു. ചുറ്റും ഭയാനകമായ നിശബ്ദത പരന്നു. മതിലിനു മുകളിൽ നിന്നും ടോർമണ്ടും ബെരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭയത്തോടെ നോക്കി നിന്നു. ആ മരിച്ച ഡ്രാഗണിന്റെ പുറത്ത് നൈറ്റ് കിങ് ഇരിക്കുന്നുണ്ടായിരുന്നു. ടോർമണ്ടും ബെരിക്കും ജീവനും കൊണ്ട് ആ കാവൽമാടത്തിൽ നിന്നും താഴേക്ക് ഓടിയിറങ്ങി. നൈറ്റ്സ് വാച്ചിലെ കാവൽക്കാർ എല്ലാവരും ഭയന്നോടി. ജീവനില്ലാത്ത ആ ഡ്രാഗൺ നീലനിറത്തിലുള്ള തീ ഉപയോഗിച്ച് മതിലിനെ വീണ്ടും ആക്രമിച്ചു. ആകാശത്തോളം ഉയരമുള്ള ആ വലിയ മതിൽ പൊട്ടിത്തെറിക്കാനും താഴേക്ക് വീഴാനും തുടങ്ങി. തകർന്നു വീഴുന്ന മതിലിന്റെ ഭാഗത്തുനിന്നും ടോർമണ്ടും ബെരിക്കും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ വലിയ മതിൽ പൂർണ്ണമായും നിലംപൊത്തിയതോടെ മരിച്ചവരുടെ സൈന്യം തങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അവസാനമില്ലാത്ത ആ സൈന്യത്തിൽ ജീവനില്ലാത്ത ഭീമന്മാരുമുണ്ടായിരുന്നു. വിസീരിയനിന്റെ പുറത്തിരുന്ന് നൈറ്റ് കിങ് അവരെ എല്ലാവരെയും നയിച്ചു. ആ മരിച്ചവരുടെ സൈന്യം മതിലിന് തെക്കോട്ട് തങ്ങളുടെ യാത്ര തുടർന്നു. മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയുടെ സംരക്ഷണ കവചമായി നിലകൊണ്ടിരുന്ന ആ കൂറ്റൻ മതിൽ ഇതാ തകർന്നു വീണിരിക്കുന്നു. ശൈത്യകാലം ഇനി വരാനിരിക്കുന്ന ഒന്നല്ല, അത് വന്നെത്തിക്കഴിഞ്ഞു. വെസ്റ്ററോസിലേക്ക് ആ ഭയാനകമായ നീണ്ട രാത്രി ഇറങ്ങിവരികയാണ്. മരണത്തിന്റെ തണുത്ത കാറ്റ് ആഞ്ഞുവീശുമ്പോഴും അധികാരത്തിനായുള്ള സിംഹാസനങ്ങളുടെ കളിക്ക് ഇനി യാതൊരു അർത്ഥവുമില്ല. സ്വർണത്തിനും കിരീടങ്ങൾക്കും ഇനി ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ഇനി ഒരേയൊരു യുദ്ധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ആ മഹായുദ്ധം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടം. ആരതിജീവിക്കും? രക്തവും കണ്ണീരും മഞ്ഞും കലർന്ന ആ ഇതിഹാസത്തിന്റെ അവസാനാധ്യായം തുടങ്ങുകയായി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.